ഈശ്വര വിശ്വാസിയായിട്ടിരുന്നിട്ട് കട്ടമുടിച്ചു പറഞ്ഞു. അപ്പോൾ ടെക്നിക്കാലിറ്റി എന്താണെന്നാണ് അറിയാം. എന്തായാലും 3 മിനിറ്റ് കൊണ്ട് കോടതി ആ കാര്യം തീർപ്പാക്കി. വാസുവിന് ജാമ്യമില്ല, നീ ജയിലിൽ തന്നെ കിടക്കാൻ പറഞ്ഞു. അപ്പോൾ ഇത് ഒരു സൈഡിൽ നമ്മൾ കണക്കാക്കണം. സുപ്രീം കോടതി ഹൈക്കോടതിയുടെ നടപടികളെല്ലാം വീക്ഷിക്കുന്നു എന്നുള്ളത് ഒരു രീതിയിൽ നമ്മൾ മനസ്സിലാക്കും. സുപ്രീം കോടതിക്ക് വിമർശനവുമില്ല, അതേസമയം സുപ്രീം കോടതി SIT വിമർശിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സുപ്രീം കോടതിയുടെ മുൻപിൽ ഈ കാര്യങ്ങളുണ്ട്. അപ്പോൾ സുപ്രീം കോടതിയുടെ മുമ്പിൽ ഈ കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് സബോർഡിനേറ്റ് കോർട്ട് എന്നുള്ള രീതിയിൽ കേരള ഹൈക്കോടതിക്ക് ഒത്തിരി പ്രഷർ സുപ്രീം കോടതിയിൽ നിന്ന് തീർച്ചയായിട്ടും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് SIT സമയത്തിന് കുറ്റപത്രം നൽകാത്തത് കൊണ്ട് ഈ രണ്ട് പ്രതികൾക്ക് ജാമ്യം കിട്ടുന്നത്. അപ്പോൾ ഇത് അന്വേഷണം ശരിയായ ദിശയിലല്ല എന്നും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ കഴിവ് വേണ്ട രീതിയിൽ പ്രയോഗിക്കുന്നില്ല എന്നും ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ്റെയും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും വക്കീലന്മാർക്ക് പറയാൻ പറ്റിയ ഒരു കാരണമാണത്. ഇത് മാത്രം മതി അന്വേഷണം കോടതി CBIയെ ഏൽപ്പിക്കാൻ. പക്ഷേ ഇതൊരു സങ്കീർണമായ കാര്യമാണ്. കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ കടലുപോലെ കിടക്കുകയാണ്. അതുപോലെ തന്നെ ഇതിനെ പ്രതികൾ ആരെന്നൊക്കെ കണ്ടെടുത്താൻ കാരണം പലരും പല